ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജിഫി റൊമൈൻ. ഞാൻ അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2017 ഡിസംബർ 13 ആദ്യമായി തന്നെ മാതാവിൻ്റെ ഈ ജന്മതിരുനാളിൽ അമ്മയ്ക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഈശോ അനുവദിച്ചുള്ള 1000 നന്ദി ഞാൻ അതിനെ സമർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞാൻ 10th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫേഷ്യൽ പാരലൈസിസ് വന്നിട്ട് എൻ്റെ ഗോഡ് മദർ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഞാനിവിടെ അന്ന് മരിയൻ കൃപാഭിഷേക ധ്യാനമായിരുന്നു. അത് കൂടാനായിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അന്നത്തെ അസുഖം ഡോക്ടർ പറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വേഗത്തിൽ തന്നെ എനിക്കത് മാറി കിട്ടി. അപ്പം അന്ന് മുതൽ തന്നെ മാതാവിനോട്, കൃപാസന മാതാവിനോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. നഴ്സിംഗ് പഠിച്ചത് കൊല്ലത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ബസ്സിലിരുന്ന് ഞാൻ മാതാവിൻ്റെ ആ ഗ്രോട്ടോ കാണാനായിട്ട് ഞാൻ ബസ്സിലെപ്പോഴും ഞാനിങ്ങനെ ആകാംക്ഷയോടെ നോക്കുമായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഗ്രോട്ടോ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് മാതാവിനോട് എന്നും ഉണ്ടായിരുന്നു, കൃപാസന മാതാവിനോട്. അതിനുശേഷം നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം എല്ലാവരെയും പോലെ എനിക്കും വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ. നഴ്സിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞു. മാരേജിൽ എൻ്റെ ഈശോ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഭയങ്കര സപ്പോർട്ടീവാണ് ആൾ. ആ സമയത്ത് എനിക്ക് മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തു. എങ്കിലും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കുറച്ച് പേഴ്സണൽ റീസൺസിൽ. അപ്പോൾ എനിക്ക് കുറച്ചധികം കരിയർ ഗ്യാപ്പായി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വിദേശത്ത് പോകുന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ IELTS ട്രൈ ചെയ്തു. IELTS എഴുതി. ആദ്യമൊന്നും എനിക്ക് കിട്ടിയില്ല. പ്രധാനമായിട്ടും ഞാൻ പിന്നെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഈ IELTS എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തത് ഞാൻ എനിക്ക് ഉടമ്പടിയുടെ അന്തസത്ത എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉടമ്പടി ആ ഒരു 20% പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി. എനിക്ക് ഉടമ്പടി പത്രം കൊടുക്കാനോ കാരുണ്യപ്രവൃത്തി ചെയ്യാനോ എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആത്മാർത്ഥമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തിട്ടും IELTS എഴുതിയിട്ടും എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഉടമ്പടി വസ്തുക്കളൊന്നും കൃത്യമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല എൻ്റെ ഉടമ്പടിക്ക്. അതിനുശേഷം ഞാൻ IELTS വീണ്ടും എഴുതി. 8-9 പ്രാവശ്യമൊക്കെ ഞാൻ IELTS എഴുതിയിട്ടുണ്ട്. അവസാനം ഞാൻ ശരിക്കും ഡിപ്രസ്ഡായി. പിന്നീടാണ് ഞാൻ ഉടമ്പടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കാനിടയായത്. ഉടമ്പടി നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു തിരിച്ചടിയായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ വരുമെന്നുള്ളത്. അപ്പോഴത്തേക്കും എനിക്ക് പേടിയാണ്, ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തിരിച്ചടി വന്നതെന്നുള്ളത്. പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനും ഒരു ഭയങ്കര ഭയമായിരുന്നു. എക്സാം എഴുതാൻ തന്നെ എനിക്ക് ഭയമായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് കോവിഡ് കാലഘട്ടം വരുന്നത്. ആ സമയത്ത് ഹസ്ബൻഡിന് കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ബിസിനസ്സിൽ ഒത്തിരി പ്രോബ്ലംസായി. ഫിനാൻഷ്യലി കുറച്ച് നല്ല സ്ട്രഗ്ലിംഗ് ആയി. അപ്പോഴത്തേക്കും എനിക്ക് ഒരു കുറേ കരിയർ ഗ്യാപ്പായി. അപ്പോഴത്തേക്കും ജോബിൽ പ്രവേശിക്കണം, തിരിച്ച് കയറണം എന്നുള്ളൊരാഗ്രഹം വന്നു. അപ്പോൾ വീണ്ടും ഈ ഒത്തിരി കരിയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടാച്ചിട്ട് ബുദ്ധിമുട്ടാണ് ആസ് എ നേഴ്സ്. അപ്പോൾ ആ സമയത്ത് കോവിഡ് ടൈമിൽ എനിക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം കിട്ടി, ഈസി ആയിട്ട് അവസരം കിട്ടി. അങ്ങനെ ഞാൻ ആ ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം ആ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ എനിക്ക് അവിടുത്തെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അങ്ങോട്ടേക്ക് ഒരു ICUവിൽ എനിക്ക് ജോബിൽ പ്രവേശിക്കാനും സാധിച്ചു. അപ്പം ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ചായിരുന്നു. കരിയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ചലഞ്ചിങ് കാര്യമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ലിസ്റ്റിൽ വന്നെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 1-2 മാസം കഴിഞ്ഞിട്ടും വിളിക്കാതായപ്പോൾ ഞാൻ ലൈറ്റ് ക്യാനിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം എന്നെ അത്ഭുതപ്പെടുത്താനായിട്ട് മാതാവ് ആ പർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ മാതാവ് എനിക്ക് ജോയിനിങ് കോൾ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്ന്. അപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും വിശ്വാസമായി, കൃപാസന മാതാവ് സമയത്തിൻ്റെ മാതാവാണെന്ന് എനിക്കന്ന് മനസ്സിലായി. എനിക്കന്ന് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് OET ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ OET ട്രൈ ചെയ്യാനായിട്ട് OET എഴുതാൻ വേണം. എനിക്ക് ഈശോയും
ഇല്ലാണ്ട് എനിക്ക് എക്സാം പാസ്സാവാനും മീൻസ് എക്സാം എഴുതാനും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. പക്ഷേ എനിക്ക് IELTS സമയത്ത് ഉടമ്പടി എടുത്തപ്പോൾ ഉഴപ്പി കിട്ടിയ ആ ഒരു അനുഭവം എനിക്ക് ഉടമ്പടി ഇനി പുതുക്കിയിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും തിരിച്ചടി ആവുമോ, എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അത് ഉടമ്പടി എടുക്കാൻ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പം ആദ്യത്തെ OET എക്സാം എഴുതി ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തതുപോലെ ഞാൻ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും ബൈബിൾ റീഡ് ചെയ്യാനും പത്രം കൊടുക്കാനൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. പക്ഷേ ഞാൻ ആദ്യത്തെ ഉടമ്പടി എഴുതി ഫെയിലറായി. എനിക്ക് വിചാരിച്ച സ്കോർ കിട്ടിയില്ല. ഞാൻ IELTS എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള സെയിം ട്രെൻഡ് തന്നെ. അതായത് ചിലപ്പോൾ 3 വിഷയങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടാകും, ഏതെങ്കിലും ഒരെണ്ണത്തിന് C അല്ലെങ്കിൽ 6 സ്കോറായി പോകും. എന്നുവെച്ചാൽ നമുക്ക് ഒരു ക്ലബ്ബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവത്തില്ല. ആ സ്കോർ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്തൊരവസ്ഥയായി പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ഈശോയോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, IELTS പോലെ 8-9 പ്രാവശ്യമൊന്നും ഞാൻ OET എഴുതത്തില്ല. കാര്യം ഞാൻ OET എഴുതണമെന്നുണ്ടെങ്കിൽ തന്നെ IELTSൻ്റെ ഇരട്ടി എമൗണ്ട് മുടക്കിയാലേ നമുക്ക് OET എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാനിനി ഒരു തവണ മാത്രമേ ഞാൻ OET എഴുതത്തുള്ളൂ, ഇനി അധികം മുടക്കാൻ എനിക്ക് വയ്യ. കാരണം ഞാൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, പൈസ ഒത്തിരി മുടക്കി, എനിക്കിനി ഒരു OET കൂടി ഞാൻ എഴുതത്തുള്ളൂ എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൃഢമായിട്ടൊരു നിശ്ചയം എടുത്തു, ഞാൻ ഉടമ്പടി പുതുക്കും. ഉടമ്പടി പുതുക്കുന്നത് വെറുതെ അല്ല, ഞാൻ എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് തന്നെ പാലിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്കൻഡ് OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ പ്രിപ്പറേഷൻ്റെ സമയത്ത് തന്നെ ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്തു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നമ്മൾ പുതുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലാപ്പ് അസസ്മെൻറ്റ് ഫോം ഉണ്ടല്ലോ, അതിൻ്റെ മനസ്സിലോട്ട് വന്നു. അപ്പോൾ അതായത് എന്നെ തന്നെ ഒരു ഡെയിലി ഞാൻ അസസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഞാൻ തന്നെ പ്രിപ്പയർ ഒരു ഡെയിലി അസസ്മെൻറ്റ് ഫോം ഞാൻ പ്രിപ്പയർ ചെയ്തു. ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ട് ഉടമ്പടി നിബന്ധനകൾ അടങ്ങിയ ഒരു ഡെയിലി അസസ്മെൻറ്റ് ഫോം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് ഇന്ന കാര്യങ്ങൾ ബൈബിൾ റീഡ് ചെയ്തോ എല്ലാ നിബന്ധനകളും ഞാൻ ടിക്കിടും. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് നികത്താനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആ ഉടമ്പടി ട്രാക്കിലായെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതിനുശേഷം ഞാൻ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പിന്നെ പോയി പഠിച്ചില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. ഞാനപ്പം എക്സാമിന് 1 വീക്ക് മുമ്പേ എനിക്കൊരു 1 വീക്ക് കോച്ചിങ് മതി ഈശോയെ, എനിക്കൊരു റിവിഷൻ പോലെ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി ഫസ്റ്റ് ടൈം ഞാൻ OET പഠിച്ചപ്പം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പോയി പഠിച്ചത്. അപ്പോൾ പിന്നീട് എനിക്ക് ഒത്തിരി പൈസ മുടക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു 1 വീക്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചു. ഞാൻ വേറെ എങ്ങും അന്വേഷിച്ചില്ല, ഞാൻ ബൈബിൾ അങ്ങ് തുറന്നു, ഈശോ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ ആ ബൈബിൾ തുറന്നപ്പോഴത്തേക്ക് എനിക്കൊരു നെയിം കിട്ടി. ആ നെയിമിൽ വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഈശോ കാണിച്ചു തന്നതല്ലേ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ 1 വീക്ക് കോച്ചിങ് എനിക്ക് തരാമെന്ന് പ്രോമിസ് ചെയ്തു. ഞാനങ്ങനെ ജോയിൻ ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തു ഇവിടുത്തെ കോച്ചിങ് ഒന്നും എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ചില മൊഡ്യൂൾസൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്, ചിലതൊന്നും അത്ര നന്നായിട്ട് പോരാ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മെ ഈശോ കാണിച്ചു തന്ന ഇത്രയും മോശം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എന്ന് അന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അതിനുശേഷം ആ ഒരു 1 വീക്ക് ടൈമിൽ ഒരു 4 to 5 days ബിഫോറാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. എൻ്റെ ഫാദർ-ഇൻ-ലോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കേസിലോട്ട് വീഴുവാണ്. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലോട്ട് വന്ന് ഹസ്ബൻഡ് വേഗം ഓടിച്ചിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പപ്പ ബാക്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കേസിലോട്ടാണ് വീഴുന്നത്. അപ്പോൾ ബാക്ക് അടിച്ചാണ് വീണിരിക്കുന്നത്. ആൾക്കൊട്ടും ബോധമില്ല. ശരിക്കും പറഞ്ഞാൽ ആ വീഴ്ചയിൽ പപ്പയുടെ സ്പൈനും ഹെഡും ഒക്കെ നല്ല ഫ്രാക്ചർ ആവേണ്ട ഒരു വീഴ്ചയാണ് വീണത്. അപ്പോൾ ഞാൻ ശരിക്കും പാനിക്കായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വേഗം പപ്പ എടുത്തോട്ട് ഓടി ചെല്ലുന്നതിന് പകരം ഞാൻ വേഗം ചെന്നത് മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപം കൊണ്ടാണ്. ഞാൻ പപ്പയെടുത്ത് ചെന്നിട്ട് പപ്പയുടെ ദേഹത്ത് മൊത്തം ഈ ഉടമ്പടി തൈലം പുരട്ടി എന്നിട്ട് മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഒന്ന് വരുത്തല്ലേന്ന്. ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും സ്കാനിങ്ങും എല്ലാം ചെയ്തു. സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു സ്പൈനൊന്നും കുഴപ്പമില്ല, ഹെഡിലും വലിയ കാര്യമായിട്ടൊന്നും പ്രശ്നമില്ല, പക്ഷെ ആ പാടേ ഉള്ളത് ഫെമറൽ ഫ്രാക്ചർ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഓക്കെ, നമുക്കിനി സർജറി വേണം, ഫെമറൽ ഫ്രാക്ചറിന് സർജറി വേണം. അപ്പം വേറെ ഒന്നും സംഭവിച്ചില്ല, സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആകുമെന്ന് പറഞ്ഞു. അപ്പം ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണ്. കാര്യം എൻ്റെ OET എക്സാം ഒരു 4-5 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും OET എക്സാമാണ്. എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറയുന്നൊരു വ്യക്തി എക്സാമിന് വേണ്ടി പഠിക്കുന്നത് എക്സാമിന് തൊട്ട് മുമ്പുള്ള ആ ദിവസങ്ങളിലാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് സംഭവിച്ചപ്പോൾ എനിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഈശോയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എക്സാം ഡേറ്റ് എടുക്കുന്നതിന് പറഞ്ഞ ശേഷം ഞാൻ ഇനി ഒരു തവണ കൂടി ഞാൻ എക്സാം എടുക്കത്തുള്ളൂ, ആ എക്സാം എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണേ, എനിക്ക് പാസ്സാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ OET പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വീക്ക് ചേർന്നല്ലോ. അപ്പം ഞാൻ 2-3 ദിവസത്തെ ക്ലാസ്സുകൾ മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് കോച്ചിങ്ങിനൊന്നും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഈശോ എനിക്ക് വേണ്ടി ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നത്, എനിക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ ലോസ് ആകും, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റീസണബിൾ പ്രൈസിൽ എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് തന്നതെന്ന് ഞാൻ അന്നേരം വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമായിരുന്നു, മുടക്കാതെ തന്നെ കൂടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആ വീക്കിൽ എക്സാമിൻ്റെ ആ വീക്കിൽ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കൂടുന്ന സമയത്ത് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്ന പോലെ മിക്കവാറും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഞാനിങ്ങനെ എന്തിനും കൊണ്ട് ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായി, കാര്യം എനിക്ക് പഠിക്കേണ്ട സമയത്ത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ പറയുവാണ്, നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് വരാനിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പേയ്മെൻ്റ് ആണെന്നുള്ളത്. അത് ശരിക്കും എൻ്റെ മനസ്സിലത് സ്ട്രൈക്ക് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഞാൻ പപ്പയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമും പപ്പയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആ ശുശ്രൂഷയും എനിക്ക് വരാനിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ടാണെന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ഭയങ്കര പ്രയർഫുള്ളായിട്ട് തന്നെയാണ്. എക്സാമിന് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിലാണ്, ഞാൻ കോയമ്പത്തൂരാണ് എക്സാം എടുത്തത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടി എക്സാം എഴുതാനായിട്ട് കോയമ്പത്തൂർ പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പിട്ട് അച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ സൈത്ത് പൂശി ഉടമ്പടി കാശ് രൂപയൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് തമിഴ് പത്രം വാങ്ങിച്ചിട്ട് അവിടെ എല്ലാ തമിഴ് കുട്ടികൾക്കും കൊടുക്കാനുള്ള രീതിയിൽ തമിഴ് പത്രം വാങ്ങിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കേസിൽ ആ എക്സാം സെൻറ്റർ എനിക്ക് ഭയങ്കര ഫേവറബിളായിട്ടായിരുന്നു എല്ലാ മൊഡ്യൂൾസും. എനിക്കത് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ ഫസ്റ്റ് എക്സാമിന് എനിക്ക് ഒട്ടും ഫേവറബിൾ അല്ലായിരുന്നു എൻ്റെ അറ്റ്മോസ്ഫിയർ, സിറ്റുവേഷൻസും എല്ലാം. അപ്പോൾ എനിക്ക് സെക്കൻഡ് എക്സാമിന് എനിക്ക് ശരിക്കും ഫേവറബിളായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു എല്ലാം. അപ്പോൾ ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം, ഞാൻ പാസ്സാകും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാം ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു എനിക്കൊരു സീറ്റ് കിട്ടിയത്. അപ്പം ആ സമയത്ത് എൻ്റെ ബാക്കിൽ ആരോ നിൽക്കുന്ന പോലെ എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമായിരുന്നു. എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവിൻ്റെ കൂടെ ഉണ്ട്, ഉറപ്പായിട്ട് ഒരു കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോഴും ഉടമ്പടി ഉപ്പൻ്റെ ഈ ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അന്ന് ഞാൻ വിചാരിച്ചതാണോ എക്സാം പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് തന്നെ ഞാൻ വന്ന് മാതാവിനോട് ഇത് സാക്ഷ്യം പറയൂ എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റിൽ കുറച്ച് ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പ് എല്ലാ മൊഡ്യൂൾസിൻ്റെ പേപ്പറിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എക്സാം പേപ്പർ ഞാൻ കൊടുത്തത്. അതിനുശേഷം ഞാൻ ഒരു പ്രത്യേക ഒരു എനർജി ആയിരുന്നു എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നിട്ട് ഞാൻ തമിഴ് പത്രം എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്തു. ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവരോടും അവരോട് എനിക്ക് തമിഴ് അറിയില്ലെങ്കിൽ കൂടിയും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഒരു പ്രത്യേക എനർജി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഞാൻ എന്തായാലും ഞാൻ പാസ്സാകും. അതുപോലെ തന്നെ എക്സാം റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പാസ്സായി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അപ്പോൾ ഓക്കെ, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, UK പോകണം, അങ്ങനെ ഒന്നും ഭയങ്കര നിർബന്ധമൊന്നുമില്ലായിരുന്നു. ഈശോൻ്റെ ഇഷ്ടം അയർലൻഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അയർലൻഡിൻ്റെ സ്വപ്നത്തിലില്ലായിരുന്നു. എന്നാൽ പിന്നെ അയർലൻഡ് ഈശോൻ്റെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്യാം, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയർലൻഡിലോട്ട് UK പോലെ അങ്ങനെ ഈസി ആയിട്ടൊന്നും പോകാൻ പറ്റത്തില്ല എന്നുള്ളത്. കാര്യം ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയർലൻഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എംബാർഗോ നടക്കുമായിരുന്നു. അയർലൻഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിങ് നടക്കുന്ന സമയമാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് CTVS ICU ആണ്, അതായത് ഹാർട്ട് സർജറി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇത് സ്പെഷ്യാലിറ്റി ഏരിയ ആയതുകൊണ്ട് അയർലൻഡിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥലത്തുള്ള ഇൻ്റർവ്യൂ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. അപ്പം ഈ എംബാർഗോ നടക്കുന്നതുകൊണ്ട്, റിക്രൂട്ട്മെൻറ്റ് എംബാർഗോ നടക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഇൻ്റർവ്യൂസും വളരെ കുറവാണ്. എൻ്റെ സ്പെഷ്യാലിറ്റി ഏരിയയിലോട്ട് ഇൻ്റർവ്യൂ വരത്തില്ല. പിന്നെ മാത്രമല്ല അവരുടെ റിക്വയർമെൻറ്റ്സ് കൂട്ടുകയും ചെയ്തു. നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഏരിയയിൽ അറ്റ്ലീസ്റ്റ് 2 years എക്സ്പീരിയൻസ്, ഇപ്പോൾ അത് 4 yearsഉം 6 yearsഉം ആയിട്ട് അവർ കൂട്ടി.
അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ 2 years ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി കരിയർ ഗ്യാപ്പും ഉണ്ടായിരുന്നു. മാത്രമല്ല ഗൾഫ് കൺട്രി എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ കൂടുതലും സെലക്ട് ചെയ്തിരുന്നത്. എനിക്കാണെങ്കിൽ ഗൾഫ് കൺട്രി എക്സ്പീരിയൻസും ഇല്ല. അപ്പം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. കുറേ ഏജൻസീനെ വിളിച്ചു. അവരെല്ലാവരുടെ സൈഡിൽ നിന്ന് റിജക്ഷൻസാണ് എനിക്ക് വന്നത്. അവസാനം ഒരു ഏജൻസി എനിക്ക് വാക്ക് വന്നു, 1-2 മാസം കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു 2 years കറണ്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് ആവും, അന്നേരം ഇൻ്റർവ്യൂ തരാം, ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തു. അപ്പോൾ ഞാൻ ഹോപ്പ്ഫുള്ളി അത് വെയിറ്റ് ചെയ്തു. അവസാനം ഫെബ്രുവരിയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു. എല്ലാ ഇൻ്റർവ്യൂസും പ്രഷ്യസ് ആയിരുന്നു. കാര്യം എനിക്ക് ഇൻ്റർവ്യൂ അവസരങ്ങൾ കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനിവിടെ എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കണം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ച് സൈത്ത് പൂശി കുടമ്പടി കാശുരൂപ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലും ഞാൻ കയറുന്നതിന് മുമ്പിട്ട് വൈഫൈ കണക്ഷൻസൊക്കെ കൃത്യമാണോ എന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് കയറിയത്. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫൈ പ്രോബ്ലംസ് ഉണ്ടായി. അവർ പറയുന്നത് എനിക്ക് വ്യക്തമാകുന്നില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 4-5 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. ആറ്റുനോറ്റ് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ അവസാനം ഇങ്ങനെയായി. എനിക്കിനി കിട്ടത്തില്ലെന്ന് 100% ഉറപ്പായിരുന്നു. കാര്യം ഞാൻ ആൻസർ ചെയ്തു, എല്ലാത്തിനും ആൻസർ ചെയ്തു. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ മനസ്സിലാക്കാൻ എടുക്കാനായിട്ട് 5 പ്രാവശ്യം ചോദിച്ച ചോദ്യമെങ്കിലും അവരോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കത് കിട്ടത്തില്ല, എനിക്കിനി ഒരു ഇൻ്റർവ്യൂ കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഏജൻസിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു, ഞാൻ സെലക്റ്റഡായി, ഇൻ്റർവ്യൂ സെലക്റ്റഡായി എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടർ അടിച്ചിരിക്കുക. കാരണം ഞാൻ ഇത്രയും പ്രോബ്ലമാറ്റിക്കായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഈ ഇൻ്റർവ്യൂ കിട്ടിയപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് എൻ്റെ ഗ്രേസ് അല്ല, എൻ്റെ ഒരു മെറിറ്റ് അല്ല, മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് എനിക്ക് കിട്ടിയതാണെന്ന് എനിക്ക് ഇൻ്റർവ്യൂ എന്നെ അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അയർലൻഡിൻ്റെ പ്രോസസ്സിങ് വെച്ച് കുറച്ച് ലോങ് പ്രോസസ്സാണ്. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു വിസ പ്രോസസ്സിങ്ങൊക്കെ അടുക്കാറായപ്പോഴത്തേക്കും എനിക്ക് ഏജൻസിയിൽ നിന്നൊരു മെസ്സേജ് വരുവാണ്, ഈ റിക്രൂട്ട്മെൻറ്റ് എംബാർഗോ നടക്കുന്നത് കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോഴത്തേക്കും ഞാൻ ശരിക്കും 0 ആയിപ്പോയൊരവസ്ഥയായിരുന്നു. കാര്യം എനിക്കിനി വേറെ ഇൻ്റർവ്യൂ കിട്ടത്തില്ല, എൻ്റെ പ്രോസസ്സിങ്ങും പകുതി വഴിക്ക് വെച്ച് സ്റ്റോപ്പായിപ്പോയി. ഇനി അത് മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കെടുത്ത് ഞാൻ ഡിസിഷൻ ലെറ്ററും എക്സ്പയർ ആകും ഉടനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ചാൻസും ഇല്ല ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ശരിക്കും ഡിപ്രഷനായി പോയി. എന്താ പറയേണ്ടത് നിർത്തില്ല. ഞാൻ ആരോടും മിണ്ടാതെ എൻ്റെ ഈ കാര്യം ആരോടും ഞാൻ പറഞ്ഞില്ല. പുറത്ത് ഞാൻ ആരോടും ചിരിച്ച് കളിച്ച് നിൽക്കുമെങ്കിലും എൻ്റെ മനസ്സിൽ എൻ്റെ പാരൻസിനോട് പറയാൻ പോലും ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാര്യം എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയപ്പോഴത്തേക്കും OIT കിട്ടിയപ്പോഴത്തേക്കും അവർക്കും ഒരു വിശ്വാസം നന്നായിട്ട് വർദ്ധിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടതിലല്ലായിരുന്നു എൻ്റെ വിഷമം. ഞാൻ ഈശോ തന്ന മാതാവിൻ്റെ കൃപാസന മാതാവ് തന്നതാണ്. ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസും എപ്പോഴും ഞാൻ കൃപാസന മാതാവിൻ്റെ ഇടത്തുള്ളൂ. അപ്പം സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, കൃപാസന മാതാവിന് ഞാൻ എപ്പോഴും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് കിട്ടിയതെന്ന് എല്ലാവരോടും ഞാൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിറ്റുവേഷനിൽ എൻ്റെ മാതാവും ഈശോയും അവിടെ ചെറുതായി പോകുമല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്കെപ്പോഴും. അവസാനം എൻ്റെ ഹസ്ബൻഡ് തന്നെ എൻ്റെ വിഷമം കണ്ടിട്ട് പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ശരിക്കും ഡിപ്രഷൻ അടിച്ചു പോയായിരുന്നു. അവരെ എൻ്റെ സ്കോർ കൊണ്ട് ഇനി വേറെങ്ങും പോകാൻ പറ്റത്തില്ലായിരുന്നു. UK ഒന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കുറേ വെബ്സൈറ്റിലൊക്കെ കയറി സ്വന്തമായിട്ട് പുള്ളിക്കാരൻ അപ്ലൈ ചെയ്തു. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം അയർലൻഡിലോട്ടുള്ള ഇൻ്റർവ്യൂസ് എല്ലാം ഓൾറെഡി അവിടെ അയർലൻഡിൽ പിൻ നമ്പറുള്ള നഴ്സസിനോട് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. സാധനം എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്കിൽ കയറി ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തു. പക്ഷേ അത് പിൻ നമ്പറിലുള്ള ഒരു നഴ്സസിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ചോദിച്ചത്. പിന്നെ അവസാനം ഒരു ദിവസം മാതാവ് ഞങ്ങളുടെ വീട്ടിൽ, കുടുംബ യൂണിറ്റിൻ്റെ മാതാവ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ദിവസം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ചങ്ക് പൊട്ടി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കിനി വേറൊന്നും ചെയ്യാനില്ല, ഒരു മാർഗ്ഗം കാണിച്ചു തരണേ എന്നുള്ളത് ഞാൻ വന്ന് മാതാവിനോട് മുട്ടിപ്പായിട്ട് കരഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. ആ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് മെയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പണ്ട് എപ്പോഴോ അപ്ലൈ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു മെയിൽ വരുവാണ്, ഒരു പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂ വേണ്ടിയിട്ട് എന്നെ അവർ ക്ഷണിച്ചിരിക്കുവാണ്. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ വിളി മാതാവ് കേട്ടു എന്നുള്ളൊരു വിശ്വാസമായി.
എന്നാലും റിയൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഹോപ്പായി, എനിക്ക് കിട്ടുമായിരിക്കും എന്നുള്ളതായി. അപ്പോൾ പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ ഉടമ്പടി പുതുക്കാനുള്ള സമയമായി. ഉടമ്പടി പുതുക്കി. എൻ്റെ സങ്കടങ്ങളാണ് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ എഴുതി വെച്ചത്. നിയോഗങ്ങളായിട്ടല്ല, സങ്കടങ്ങളായിട്ടാണ് ഞാൻ എഴുതി വെച്ചത് ആ ഉടമ്പടിയിൽ. അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ അത് ഒരു സാധാരണ കൂടുതലും പേരും ഏജൻസി ത്രൂ ആണ് നമുക്ക് ഹോസ്പിറ്റലിലോട്ടുള്ള ഇൻ്റർവ്യൂസ് കിട്ടുന്നത്, അയർലൻഡിലോട്ടായാലും UK പക്ഷേ എനിക്കിത് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് മെയിൽ വരുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അവിടെ ഇൻ്റർമീഡിയേഷനായിട്ട് നിന്നത് എൻ്റെ മാതാവ് തന്നെയാണ്. എൻ്റെ മാതാവ് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് വേണ്ടി ഒരു വേക്കൻസി ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അവരെനിക്കൊരു ഒരു ഇൻ്റർവ്യൂ തന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പിട്ടും ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ നമ്മുടെ പെന്തക്കോസ്ത് തിരുനാൾ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ ആ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേകം ഒന്ന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കാര്യം എനിക്കറിയാം ഈശോ മാതാവിനും ശിഷ്യന്മാർക്കും പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്ത ദിവസത്തിൻ്റെ തിരുനാളാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളില്ലാണ്ട് എനിക്ക് ഒരിക്കലും ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഒത്തിരി ടോക്ക് ചെയ്യുന്ന ഒരാളല്ല. ഇൻ്റർവ്യൂ പാസ്സാകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കണം, നന്നായിട്ട് അപ്പിയർ ചെയ്യണം. അയർലൻഡിൽ ഇൻ്റർവ്യൂ കിട്ടാത്ത ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടാത്തതും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസും നല്ല ഒരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടിയിട്ട് എനിക്ക് ഭാഷാപരവും ജ്ഞാനപരവും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു ആ തിരുനാളിന് വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേ ദിവസം അപ്പം എനിക്കൊരു ചൊവ്വാഴ്ചയാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി. അന്നേ ദിവസവും ജോസഫച്ചൻ പറയുന്നത് പെന്തക്കോസ്ത് തിരുനാളിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ ആ ധ്യാനം അറ്റൻഡ് ചെയ്ത ശേഷം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനിവിടെ തലേ ദിവസം വന്ന് അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ, അത് അറ്റൻഡ് ചെയ്ത ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിവിടെ തലേ ദിവസം വന്ന ആ സമയത്ത് തന്നെ, അനുഗ്രഹം മേടിച്ച ആ സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തതും ഞാൻ ഭയങ്കര ടോക്കറ്റീവായിരുന്നു. ഞാൻ എനിക്ക് ആദ്യമൊക്കെ അവരുടെ സ്ലാങ് മനസ്സിലാവുമോ എന്നുള്ളതൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തൊരു പ്രത്യേക എനർജി ആയിരുന്നു എനിക്ക് ഞാൻ അവർ ചോദിക്കുന്നതായിട്ടുള്ള ആൻസർ എനിക്ക് നന്നായിട്ട് തന്നെ പറയാൻ പറ്റി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഇനിയും സംസാരിക്കണം, അവരോട് ഒത്തിരി സംസാരിക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഇൻ്റർവ്യൂ കിട്ടും, ഒരു മാറ്റം ഇല്ലായാലും എനിക്ക് ഇൻ്റർവ്യൂ ഉറപ്പായിട്ടും കിട്ടുമെന്നായി. അടുത്ത ദിവസം എനിക്ക് മെയിൽ വരുവാണ്. എൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി, ഞാൻ സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാനൊരു ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഹയർ ചെയ്യുവാണ്, വിത്തൗട്ട് ഒരു ഏജൻസി ഇല്ലാണ്ട്. അങ്ങനെ റെയറായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്, കൂടുതലും ആൾക്കാർ ഏജൻസി വഴിയാണ് പോകുന്നത്. അപ്പം ഞാൻ ഇത് മാതാവിൻ്റെ കയ്യൊപ്പോടെ തന്ന ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കിയത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ എയർലൈൻ്റെ പ്രോസസ്സിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വലിയ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ മുന്നോട്ട് പോയി. എൻ്റെ വിസ കിട്ടി. വിസ കിട്ടുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് മാതാവിൻ്റെ ഓരോ അടയാളങ്ങൾ എനിക്ക് കിട്ടുമായിരുന്നു, ഓരോ ഡേറ്റുകൾ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. ഒരു 5 എന്നുള്ള ഒരു അക്ക എനിക്കെന്നെ കാണിച്ചു തന്നത്. അപ്പം മാതാവ് ചോദിക്കും, മാതാവ് എന്താ ഈ 5 എന്നുള്ള അക്ക എന്നെ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വിസ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടിയത് 5-ാം തീയതിയാണ്. അപ്പോൾ മാതാവ് തീരുമാനിച്ചുറപ്പിച്ചൊരു ഡേറ്റ് ആയിരിക്കും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അന്നേ ദിവസം വളരെ സിമ്പിളായിട്ട് തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ പങ്കെടുക്കാനും, നോർമലി ഒരു 4 to 8 വീക്സ് ഒക്കെ എടുക്കും വിസ കിട്ടാനായിട്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വിതിൻ 20 ഡേയ്സിനുള്ളിൽ തന്നെ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വിസ കിട്ടി. അപ്പം ഒക്ടോബർ 2 ഞാൻ അയർലൻഡിന് പോവുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് ഹയറിങ് ആയതുകൊണ്ട് എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മാത്രം അയർലൻഡിലെ ഒരു ഏജൻസീനെ അവർ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരാണ് എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്തതും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും. അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് എടുത്തു വരും. അപ്പോൾ ഹോസ്പിറ്റലുകാർ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട്, ഒരു 800 euro നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ പറയുന്ന ഏജൻസിയാണ് നമുക്ക് ബുക്ക് ചെയ്ത് തരുന്നത്. അപ്പം ഇതൊരു സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ടിക്കറ്റ് ഫെയർ കമ്പാരിറ്റീവ്ലി കുറവാണ്.
അപ്പം എന്നെ ഈ പ്രോസസ്സിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ചേച്ചിയുണ്ട്, ടീന ചേച്ചി. ആ ചേച്ചി പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ലഗേജ്, അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, എക്സ്ട്രാ ലഗേജ് കൊണ്ടുപോകാം, അത് നമ്മുടെ ഈ ഫെയർ എമൗണ്ടിൽ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഈ ഏജൻസിക്ക് മെയിൽ ചെയ്തു. അപ്പം അവരായ മെയിലിനെതിരായിട്ട് വളരെ ചീപ്പ് റേറ്റിലുള്ള എനിക്ക് എക്സ്ട്രാ ലഗേജസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫ്ലൈറ്റ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നു. അപ്പം ഞാൻ തിരിച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്ക് വേറെ ഫ്ലൈറ്റ്, ഞാൻ സൈറ്റിൽ നോക്കിയപ്പം വേറെ നല്ല ഫ്ലൈറ്റുകൾ ആ സെയിം എമൗണ്ടിൽ സെയിം ഡേറ്റിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവസാനം ഏജൻസിയോട് പറഞ്ഞു എനിക്ക് വേറെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു ഈ ഫ്ലൈറ്റ് ക്യാൻസലേഷനും പിന്നെ എക്സ്ട്രാ ലഗേജിനുള്ള പൈസ നമുക്ക് അലോക്കേറ്റ് ചെയ്ത ഫെയർ എമൗണ്ടിനേക്കാളും കൂടും, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ പേ ചെയ്യേണ്ടി വരും എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലുകാരോട് ഡയറക്റ്റ് ഹയറിങ് ആയതുകൊണ്ട് ഹോസ്പിറ്റലുകാരോട് ഞാൻ തന്നെയാണ് മെയിലടിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. ഓരോ മെയിൽ ഞാൻ ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് ചോദിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് മെയിൽ ചെയ്യുന്നത്. കാര്യം ഞാൻ ഏജൻസി ത്രൂ അല്ല, കാര്യം ഞാൻ അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു സംഭവം ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഞാൻ അവർക്ക് മെയിൽ ചെയ്തു, ഇങ്ങനെ ഏജൻസി ചോദിക്കുന്നുണ്ട് എൻ്റെ ഫെയർ എമൗണ്ട് ഇത്ര അലോക്കേറ്റ് ചെയ്ത് തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലുകാർ ആദ്യം എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ അല്ല തന്നത്. കാരണം ഞാനിത് പറയാൻ കാര്യം ഞാൻ ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഞാൻ സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം വായിച്ചാണ് ഞാൻ കൊടുത്തത്. അതിനകത്ത് പറയുന്നുണ്ട് അന്യജനത നമ്മളുടെ കീഴിൽ കൂപ്പുകുത്തും, നമുക്ക് വേണ്ടി അന്യജനത പ്രവർത്തിക്കുമെന്നുള്ള ഒരു രീതിയിലുള്ളൊരു വചനം അതിനകത്തുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ ഞാൻ മെയിൽ ചെയ്യുന്നത്. അപ്പം ആദ്യമൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എനിക്ക് വേറെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും, എനിക്കൊരു എക്സ്ട്രാ ഒരു 10 kg കൂടി അലോക്കേറ്റ് ചെയ്ത് തരും എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം പക്ഷേ ഞാൻ ഈ മെയിൽ ചെയ്ത ശേഷം ഹോസ്പിറ്റലുകാരുടെ സൈഡിൽ നിന്ന് എനിക്ക് ഒരു നെഗറ്റീവ് റിപ്ലൈ ആണ്, നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും എന്നുള്ളത് വന്നു. അപ്പോൾ ഓക്കെ ശരി, എന്നാൽ പിന്നെ ഈശോൻ്റെ ഇഷ്ടം അതാണ്, ഈശോയോട് ചോദിച്ചിട്ടാണല്ലോ ഞാൻ മെയിൽ ചെയ്തത്, ഈശോൻ്റെ ഇഷ്ടം എന്നാണെങ്കിൽ ഓക്കെ ഞാൻ ഉള്ള KG കൊണ്ട് ഞാൻ പൊക്കോളാം, ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ മതി എന്നുള്ള രീതിയിൽ ഞാൻ പോയി. പക്ഷേ പിറ്റേ ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു മെയിൽ വരുവാണ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന്, ഞങ്ങൾ പുതിയ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് 20 kg കൂടി എക്സ്ട്രാ ലഗേജ് എനിക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എനിക്ക് 50 kg കൊണ്ടുപോകും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്കത് ശരിക്കും ഒരു അത്ഭുതമായി. എൻ്റെ പ്രോസസ്സിങ് ത്രൂ ഔട്ട് ഈശോൻ്റെയും മാതാവിനെയും കയ്യൊപ്പുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ കരിയറിൽ ഈശോയും മാതാവും കൂടി ചെയ്തു തന്ന എൻ്റെ സാക്ഷ്യം. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ OET എക്സാമിൻ്റെ സമയത്ത് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് മിക്കവാറും എല്ലാ ദിവസവും പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ പഴയ ടോക്കുകളൊക്കെ കേൾക്കുമായിരുന്നു. ആരാധനയുടെ സമയത്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് കൂടുതലും ഞാൻ ഹോസ്പിറ്റലുകളിലാണ് പോകുന്നത്. ഹോസ്പിറ്റലുകളിൽ പോയിട്ട് രോഗികളെ സന്ദർശിക്കും, അവരോട് സംസാരിക്കും, കുറച്ച് നേരം അവരുടെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഉടമ്പടി കാശുരൂപം വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയതാണെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പുകളൊക്കെ എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈബിൾ റീഡിങ് ആദ്യമൊക്കെ എനിക്ക് കുറവായിരുന്നു. പക്ഷേ പണ്ടൊക്കെ ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും മടുപ്പായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ബൈബിൾ വായിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ് വായിക്കുന്നത്. ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്കും പണ്ടൊന്നും എനിക്ക് മനസ്സിലാവത്തില്ലായിരുന്നു ഈ ബൈബിളിൽ എന്നാ പറയണേ എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബൈബിൾ പറയുന്ന കാര്യങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി വായിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് ടൈമിൽ ഞങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് തന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരാഗ്രഹം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഹസ്ബൻഡിന് നല്ലൊരു പൊസിഷൻ, നല്ലൊരു ജോലി തന്നെ കിട്ടണേ എന്നുള്ളൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഹസ്ബൻഡ് തന്നെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ വിളിച്ച് പറയുവാണ് ഇന്നൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ട്, അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. ഒരു നല്ലൊരു മാനേജറൽ പൊസിഷനിൽ തന്നെ ഹസ്ബൻഡ് നന്നായിട്ട് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് എൻ്റെ വീട്ടുകാർക്കും പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനും വിശ്വാസം വർദ്ധിച്ചു. ഇപ്പം കുടുംബ പ്രാർത്ഥനയെ ലീഡ് ചെയ്യുന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡാണ്. പണ്ട് അങ്ങനെ വലിയ ഇൻവോൾവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡാണ് ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയെ ലീഡ് ചെയ്യുന്നത്. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി.
ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരു അസുഖം ഡിറ്റക്റ്റ് ചെയ്യുവാണ്. കാവർണോമ എന്ന് പറയുന്ന ബ്രെയിനിലൊരു അസുഖം ഡിറ്റക്റ്റ് ചെയ്തായിരുന്നു. അപ്പം അത് സംഭവിക്കുന്നത് എൻ്റെ ആദ്യത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി റിജക്റ്റ് ചെയ്ത സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇരട്ടി ആഘാതമായിരുന്നു. എൻ്റെ ജോബ് നഷ്ടമായി, അമ്മയ്ക്കും ഇങ്ങനെ ഒരു സീരിയസ് കണ്ടീഷനും ഉണ്ടായി. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അടിയായിരുന്നു. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു. അമ്മ ഇപ്പം ട്രീറ്റ്മെൻറ്റിലാണ്. അമ്മയ്ക്ക് റൈറ്റ് സൈഡ് ഫേഷ്യൽ നംനസ് ഉണ്ടായിരുന്നു. അതായത് തൊട്ടാലൊന്നും അറിയത്തില്ല, ഭയങ്കര മരവിപ്പായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അച്ഛനെ വന്ന് കണ്ടായിരുന്നു. അച്ഛനെ വന്ന് കണ്ടു, സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. സർജറി വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച ശേഷം അമ്മയുടെ റൈറ്റ് സൈഡിലുള്ള മരവിപ്പ് പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ ഒട്ടും സിംറ്റമാറ്റിക് അല്ല. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഞാനിനി അടുത്ത പ്രാവശ്യം സാക്ഷ്യം അമ്മയായിട്ട് വന്ന് ഉറപ്പായിട്ടും വന്ന് സാക്ഷ്യം പറയും. മാതാവ് അതിനെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. നിരവധിയായ ദൈവാനുഭവങ്ങൾ വന്ന നാൾ മുതൽ അമ്മയിലുള്ള പൂർണ്ണമായ ശരണപ്പെടൽ, ഓരോ ഉടമ്പടി പുതുക്കലിലും കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ആ ഉടമ്പടി ക്രമത്തിൽ ജീവിക്കുവാനുള്ള നിർബന്ധം, ഒടുവിൽ ഇടയ്ക്ക് വെച്ച് ആഗ്രഹിച്ച ജോലിയും അതിൻ്റെ സാധ്യതകളും ഒക്കെ നഷ്ടപ്പെടുമോ എന്ന് കരുതുമ്പോൾ അവളെ വിഷമിപ്പിച്ച കാര്യം എൻ്റെ ഈശോയും എൻ്റെ മാതാവും മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തുന്നതിന് കാരണമാകുമല്ലോ എന്നുള്ളതായിരുന്നു. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എന്നെ സ്പർശിച്ചത്. കാരണം അമ്മ മാതാവിനോടുള്ള നിരന്തരമായ ബന്ധവും ഒരു ശിശുസഹജമായ സ്നേഹവും ആവർത്തിച്ചുള്ള പ്രാർത്ഥനകളും ഒക്കെ എല്ലാവരോടും അമ്മയെപ്പറ്റി പറയുമ്പോഴും, എന്നാൽ ആ ജോലി അല്ലെങ്കിൽ ആ നേട്ടത്തിലേക്ക് എത്താതിരിക്കുമ്പോൾ അവളെ സങ്കടപ്പെടുത്തുന്നത് അമ്മ മാതാവിനും ഈശോയ്ക്കും എന്നെ സഹായിക്കുവാനാവാത്തത് കൊണ്ട് അവരെ മറ്റുള്ളവരെങ്ങനെ കാണും എന്നൊരു സങ്കടമാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും ഒരു ലളിത ജീവിതമല്ല വാഗ്ദാനം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും വേഗത്തിൽ സാധിച്ചു തരുന്ന ഒരു എളുപ്പവഴിയല്ല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തെ നിത്യതയോട് ചേർത്തുകൊണ്ട്, നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങളെ ക്രിസ്തുവിൽ നവീകരിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണമുള്ള ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് നമ്മളെ മാറ്റുകയാണ്. അതുകൊണ്ട് മകൾ പറയുന്നുണ്ട്, അവൾ ഉടമ്പടി എടുത്തു തുടങ്ങിയ ആ ജീവിതകാലം മുഴുവനും, പരീക്ഷ ഒയ്റ്റിക്ക് വേണ്ടി ഒരുങ്ങിയ കാലം മുഴുവനും ഒത്തിരി പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. ഓരോ പ്രതിസന്ധിയിലും തളരാതെയും ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും അത് ദൈവത്തിന് പ്രീതികരമാവും, എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് അത് സഹായകരമാവും എന്ന വിശ്വാസത്തോടെയാണ് അവൾ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ശുശ്രൂഷിച്ചത്, രോഗാവസ്ഥയിൽ അവരെ പരിചരിച്ചത്, പരീക്ഷകളിൽ അവൾ പങ്കെടുത്തത്. നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു മനോഭാവം ഇതാണ്: ഞാൻ ഉടമ്പടി എടുത്തു, നിയോഗങ്ങൾ എഴുതി അമ്മ മാതാവിൻ്റെ വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്നല്ല, ഞാനൊരു പുതിയ ജീവിതം തുടങ്ങുന്നുവെന്നാണ്. അത് എന്നെ തന്നെ നവീകരിച്ചുകൊണ്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്നാണ്. അത് എളിമപ്പെടലിൻ്റെ ജീവിതമാണ്. ആ എളിമപ്പെടലിനെയാണ് അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്ത് ഉയർത്തിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത്. മകൾ പറയുന്ന ഓരോ വാക്കിലും ദൈവസ്നേഹം നമ്മൾ കാണുന്നുണ്ട്. മകൾ പറയുന്ന ഓരോ വാക്കിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണം നാം അറിയുന്നുണ്ട്. മകൾ പറയുന്ന ഓരോ വാക്കിലും ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അമ്മയോടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുടെ സാമീപ്യം പരീക്ഷ എഴുതുമ്പോൾ പോലും എൻ്റെ പിറകിൽ നിന്ന് എന്നോട് പറയുന്നത് ഞാൻ അനുഭവിക്കുന്നുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ആരൊക്കെ അമ്മയെ ആഗ്രഹത്തോടെ അറിഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വിളിക്കുന്നുവോ അവർക്കൊപ്പം കൃപാസന മാതാവ് സഞ്ചരിക്കുന്നുവെന്നാണ്. ദൂരങ്ങൾ താണ്ടി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന നന്മകളിലേക്ക് എടുത്തുയർത്തിക്കൊണ്ട് അമ്മ മാതാവ് കൂടെ വരുന്നുവെന്ന്. ഈ അമ്മയുടെ വലിയ സംരക്ഷണയിലൂടെ ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവപിതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.